ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്ന് നരിവേട്ട എന്ന മൂവിയുടെ ചെറിയ ഒരു സ്റ്റോറിയും അതുപോലെ എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നരിവേട്ട എന്ന മൂവി 2025 റിലീസായ മലയാളം ആക്ഷൻ ഡ്രാമയാണ്. അപ്പോൾ ഈ ചിത്രം നമുക്കിപ്പോൾ എല്ലാവർക്കും സുപരിചിതമായിരിക്കും, കാരണം അതിലൊരു സോങ് ഇപ്പോൾ പോപ്പുലർ അല്ലെങ്കിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫേമസ് ആയിട്ടുണ്ട് മൂവി. അപ്പോൾ ഇതിലെ ആക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പറയേണ്ടതില്ല, എന്നാലും പറയാം. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ, ഞാൻ പോസിറ്റീവ് റിവ്യൂസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കണ്ടത്. അപ്പം എന്തായാലും നല്ലൊരു മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അപ്പം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ആരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, എന്നാലും ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ കണ്ടന്റ് ഇഷ്ടമായാലും ചെയ്താൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ചെറിയ ആ ഒരു സ്റ്റോറി എന്താണെന്ന് നോക്കാം. നരിവേട്ട എന്ന് പറയുന്ന മൂവി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റൊമാൻറ്റിക് മൂവി, പെട്ടെന്ന് ആ ഒരു സോങ്ങൊക്കെ നമ്മുടെ മൈൻഡിൽ വരുമ്പം നമ്മൾ ചിന്തിക്കും ഇതൊരു റൊമാൻറ്റിക് മൂവി ആയിരിക്കുമെന്ന്. പക്ഷേ ഇതൊരു റൊമാൻറ്റിക് മൂവിയല്ല, പകരം ഒരു റിയൽ ഇവൻറ്റ് അല്ലെങ്കിൽ റിയലായിട്ട് നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ചിത്ര ആവിഷ്കാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടത്. അപ്പോൾ ചിത്രത്തിൻ്റെ പേര് തന്നെ നരിവേട്ട, അതായത് ഒരു ഹണ്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പേര് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ചിത്രത്തിൻ്റെ കഥയുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. ഈ ചിത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ചേസാണ്, അതായത് പോലീസുകാർ ആരെയോ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു കാഴ്ചയാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അതായത് ട്രൈബൽ പീപ്പിൾ, അന്നത്തെ കാലത്തെ 2003 നടന്ന മുത്തങ്ങ വില്ലേജ് ഇൻസിഡൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ ആദിവാസി സമൂഹത്തിൽ ഉള്ളവർ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് എതിരായിട്ടുള്ള ആ ഒരു സംഭവത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ചിത്രവും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ട്രൈബൽ പീപ്പിൾ അവർ ചെയ്ത സ്ട്രൈക്കും അവർ ചെയ്ത പ്രൊട്ടസ്റ്റും എന്ന് വെച്ചാൽ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഭൂമി കിട്ടാത്തതിനെ തുടർന്നിട്ടാണ് അവർ ഈ സ്ട്രൈക്കിന് ഇറങ്ങുന്നത്. അപ്പോൾ അതെല്ലാമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ഇറങ്ങുന്ന മൂവീസിലൊന്നും ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചിത്രം ഞാൻ ഈ ഇടയ്ക്കൊന്നും കണ്ടിട്ടില്ല. നല്ലൊരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് റബലായിട്ടുള്ള, അതായത് നമ്മുടെ നാട്ടിൽ അനുഭവിച്ച ദുരവസ്ഥയെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക്, പറഞ്ഞുകൂടാത്തവർക്കും ആ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായി തോന്നി. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്, എന്നാലും അത് അവതരിപ്പിക്കാനെടുത്ത ആ ഒരു മനസ്സിന് വളരെ നല്ലൊരു ഇത് കൊടുക്കണം, കാരണം അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പം എടുത്ത് ചിത്രമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ വരുന്നത്, ഒരു നായകനായിട്ട് വരുന്നത് നമുക്കറിയാം ടോവിനോ തോമസ് ആണ്. ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് വർഗീസ് പീറ്റർ എന്നാണ്. ആൾക്ക് അത്രയ്ക്ക് ജോലിയൊന്നും ചെയ്ത് ജീവിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ജോലി കിട്ടുന്നത്, അതും ഗവൺമെൻറ് ജോലി. അങ്ങനെ ആ ജോലി കിട്ടുമ്പം എന്തായാലും എല്ലാവരും നിർബന്ധിക്കുന്ന പോലെ എല്ലാ വീട്ടുകാരും നിർബന്ധിച്ചു, ആ ജോലിക്ക് കയറി. അപ്പോൾ ജോലി പോലീസ് ഫോഴ്സിലാണെന്ന് അറിയുമ്പോൾ തന്നെ, അതും ഇൻസ്പെക്ടറായിട്ടായതുകൊണ്ട് തന്നെ വളരെയധികം താല്പര്യത്തോടെ തന്നെ ആൾ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൊവിനോ തോമസ് ആ ഒരു റോളിന് ആ ഒരു ജസ്റ്റിസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നല്ല ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പോലീസ് റോള് വളരെ ആപ്റ്റായിട്ടുള്ള ആളുടെ കയ്യിൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം, ഈ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പം വളരെയധികം ഹാപ്പി ആയത് വർഗീസിൻ്റെ അമ്മയ്ക്കാണ്. കാരണം അമ്മ ഒറ്റയ്ക്ക്, അതായത് വിധവയായ അമ്മയാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്കാണ് ഈ മകനെ നോക്കിയത്. അപ്പം ആ ഒരു ജോലി കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് അമ്മ തന്നെയാണ്. പിന്നെ മകൻ മാത്രമാണല്ലോ അവരുടെ ഏക ആശ്രയം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെയധികം അവനെ ഡിപ്പെൻഡ് ചെയ്തു. പിന്നെ നായികയായിട്ട് വരുന്നത്
ഹൈസ്കൂൾ തൊട്ടേ വർഗീസിനോടൊപ്പം പഠിച്ച നാൻസിയാണ്, അതായത് പ്രിയംവദ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ് നായികയായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഹൈസ്കൂൾ പ്രണയം വന്നത് കുറച്ച് കാശിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ച് തുടങ്ങിയതെങ്കിലും പിന്നീട് അത് ഡീപ്പായിട്ടുള്ള ലവ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് നാൻസി പോലും വർഗീസിനെ കൈവിടുന്ന ടൈം വരെ എത്തി. അതായത് വർഗീസിന് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നാൻസിയും ഒരു ബ്രേക്ക് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു ജോലിയുടെ വില എന്താണെന്ന്. ആ ഒരു ടൈമിലാണ് വർഗീസിന് പിടികിട്ടുന്നത്. ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. അതായത് കുറച്ച് റൊമാൻറ്റിക് സംഭവങ്ങൾ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് വെച്ചേക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പം കുറച്ചുകൂടെ സ്റ്റോറി കുറച്ചുകൂടെ വലുതാകുന്നുണ്ട്. അതായത് നമ്മൾ ആ ഒരു മെയിൻ കണ്ടന്റ് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അങ്ങനെ റിസർവ് പോലീസ് ക്യാമ്പിൽ വെച്ചിട്ടാണ് വർഗീസ് ഒരു വയസ്സായ പോലീസുകാരൻ, അതായത് പഴയ ഒരു പോലീസുകാരൻ ആളായ ബഷീർ അഹമ്മദിനെ പരിചയപ്പെടുന്നത്. ബഷീർ അഹമ്മദാണ് മെൻറ്ററായിട്ട് വർഗീസിന് ആവുന്നത്. അപ്പോൾ ഇവരുടെ ബോണ്ട് ഭയങ്കരമായിട്ട് ഡീപ്പാവുന്നുണ്ട്. അതായത് രണ്ടുപേരും വളരെയധികം യോജിച്ച ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ വളരെ നല്ല ബോണ്ടിങ് ആവുന്നു. അങ്ങനെ അവർ വയനാട്ടിലോട്ട് പോകുന്നു. അതായത് വയനാടോട്ട് ഒരു അസൈൻമെൻറ്റിന് പോവുകയാണ്. അപ്പം ഈ ഒരു സ്റ്റേജിൽ സുരാജ് വെഞ്ഞാറമൂടാണ് ബഷീർ അഹമ്മദ് എന്ന ഒരു റോൾ അവതരിപ്പിക്കുന്നത്. നന്നായിട്ട് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ക്യാരക്ടർ ബഷീർ അഹമ്മദ് എന്ന ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിന് പറ്റിയിട്ടുള്ള ആ ഒരു ക്വയറ്റ്നെസ് എല്ലാം ഈ ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ് ആക്ടറായിട്ടുള്ള ചേരൻ എന്ന ആൾ ഈ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മലയാളം ഡീബട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അദ്ദേഹം ആർ കേശവദാസ് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റോളാണ് ചെയ്യുന്നത്. അപ്പം ബഷീർ അതായത് സുരാജ് വെഞ്ഞാറമൂട് ഒരു സീനിൽ വെച്ചിട്ട് ബഷീർ വർഗീസിനോട് ചോദിക്കുന്നുണ്ട്, അതായത് ഇയാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് ഇതുവരെയും മനസ്സിലായിട്ടില്ല. അതായത് ഈ ചേരൻ എന്ന ആക്ടർ അവതരിപ്പിച്ച ക്യാരക്ടർ കേശവദാസ് നല്ലവനാണോ ചീത്തയാണോ എന്ന് ഇതുവരെയും ആൾക്ക് പിടികിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ മെയിനായിട്ട് പറയേണ്ടത് ട്രൈബൽസിനെയും ആദിവാസികളുടെ അവസ്ഥയെ പറ്റിയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അവരുടെ ലാംഗ്വേജും അവരുടെ ആക്ടിങ്ങും അവരുടെ ശൈലിയെല്ലാം ഈ ചിത്രത്തിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവരനുഭവിക്കുന്ന ദാരിദ്ര്യ അവസ്ഥ, അവർ അനുഭവിക്കുന്ന വിഷമങ്ങളെല്ലാം ഈ ചിത്രത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സീനിൽ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു സീൻ എന്ന് പറയുന്നത് മധു എന്ന ആൾ, ഇടയ്ക്ക് നമുക്ക് അറിയായിരിക്കും ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ട്രൈബൽ ആയിട്ടുള്ള ഒരാൾ വിശപ്പ് കാരണം എവിടെയോ പോയി മോഷ്ടിച്ചു. അപ്പോൾ അയാളെ ഉപദ്രവിച്ചു കൊന്നതിൻ്റെ ആ ഒരു ന്യൂസ് നമുക്കറിയാമല്ലോ. ആ ഒരു ന്യൂസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീൻ ഈ ചിത്രത്തിലുണ്ട് കേട്ടോ. അത് വളരെയധികം ഇമോഷണലി നമ്മളെ കണക്റ്റ് ചെയ്യുന്ന ഒരു സീനാണ്. അതൊക്കെ നമുക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തെറ്റുകളാണല്ലേ. നമുക്കെന്നല്ല, നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന് പോലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തെറ്റുകളാണ് അതൊക്കെ. അപ്പോൾ അതെല്ലാം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും തരാത്ത, അല്ലെങ്കിൽ ഒരു വിലയും കൊടുക്കാത്ത കുറേ ആൾക്കാർ നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ട് എന്ന് നമുക്ക് ചില നിമിഷങ്ങളിൽ തോന്നുന്നത് ഈ സീൻസൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ ടോപ്പ് പിക്കായിട്ടുള്ള സോങ്സാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാരണം നമുക്ക് ഒരുപാട് കണക്ഷൻസ് ചിത്രത്തിൽ കിട്ടുന്നുണ്ട്. പിന്നെ ട്രൈബൽ ആൾക്കാരുടെ എല്ലാ കാര്യങ്ങളും ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് കാണിക്കുന്നത്. അത് വളരെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. അതായത് രണ്ടും നല്ല മിക്സ്ഡ് ആയിട്ട് നമുക്ക് മെർജ് ചെയ്ത് കേൾക്കാൻ തോന്നും. ആദിവാസികളും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ, അവർ തമ്മിലുണ്ടാകുന്ന അടികളും ഇടികളും എല്ലാം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോറി എന്ന് പറയുന്നത് പറയേണ്ട സ്റ്റോറി തന്നെയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നതും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളതും. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർക്ക് അറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ന്യൂസ് കാണണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്കിത് ഈ ഒരു മൂവി കാണുമ്പം ഭയങ്കരമായിട്ട് അത് ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു മൂവി തന്നെയാണ് നരിവേട്ട. പൊളിറ്റിക്കൽ സിനാരിയോ, അതുപോലെ നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങൾ, അതെല്ലാം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു ചിത്രത്തിൽ അവതരിപ്പിക്കുക എന്നത് തന്നെ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്.
അത് നമ്മുടെ ചിത്രത്തിൽ അനുരാജ് എന്ന ഡയറക്ടർ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും ഈ മൂവി പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ കുറേ സിനിമകൾ കണ്ട ആ ഒരു ചുറ്റുപാട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയതിൽ നമ്മുടെ സോഷ്യലി നമുക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന മൂവീസ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ സൊസൈറ്റി ഇനിയെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ മൂവീസ് ഇറക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു മൂവി നല്ലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്തെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മൂവി കണ്ടിട്ടുള്ളവരെല്ലാവരും നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, നെഗറ്റീവായാലും പോസിറ്റീവായാലും. അതുപോലെ വീഡിയോ എന്തായാലും ഈ മൂവി ഒന്ന് കണ്ടു നോക്കണം. നല്ല മൂവിയാണ്. ഒറ്റ പ്രാവശ്യമേ കാണാൻ തോന്നുള്ളൂ. കാരണം ആ ഒരു ടൈപ്പ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കുറേ പ്രാവശ്യമൊന്നും കാണാനുള്ള എലമെൻറ്റ് നമുക്ക് ഇല്ലല്ലോ. ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മൈൻഡിൽ നല്ല ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു മൂവിയാണ്. അപ്പം എന്തായാലും എല്ലാവരും കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള പുതിയ ചിത്രങ്ങളുടെ ചെറിയ സ്റ്റോറി അതുപോലെ റിവ്യൂ ഇടാൻ ഇനിയും ഞാൻ വീഡിയോസുമായിട്ട് വരും. അപ്പോൾ അതുവരെ ബൈ ഗൈസ്.